ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഫുൾ വിശേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഷാജി വരും, ഷാജി വന്ന് നമ്മുടെ അലീനയെ രക്ഷിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ഷാജിയും ഷാജിയുടെ പെങ്ങളും കൂടി ചേർന്നാണ് അലീനയെ രക്ഷിച്ച് അലീനെ ഷാജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ. അങ്ങനെ ഷാജിക്ക് നന്നായിട്ട് അറിയാം അലീനെ പാവമാണെന്നൊക്കെ അറിയാം. പാവമാണെന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അലീനെ നേരെ ഷാജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഷാജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ അലീനയ്ക്ക് ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ്. ഷാജിയുടെ പെങ്ങൾ ഡ്രസ്സൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി റൂമിനകത്തേക്ക് കയറുന്ന, അതായത് ബാത്റൂമിനകത്തേക്ക് കയറുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ അലീന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഷാജിയുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളെയും പെങ്ങളും കൂടെ ചേർന്ന് എന്നാ കാണിക്കാനാ, നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ, നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നത്? കാരണം ആ പെങ്കൊച്ച് ആരാ ഏതാ എന്താണെന്നറിയാതെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് ഇനി നാട്ടുകാർ ഇങ്ങോട്ട് വരാനാണോ? ഈ വീട് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനാണോ? എന്താ ആങ്ങളെയും പെങ്ങളും കാണുന്നവർക്കൊക്കെ ഉപകാരം ചെയ്തുകൊണ്ട് നടക്കാൻ നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഇല്ലേ അമ്മേ? അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ അതായത് നമുക്കൊരു പെങ്കൊച്ചുള്ളതല്ലേ, ഇവളെയാണ് ഇങ്ങനെ നാട്ടുകാരൊക്കെ ചേർന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് അമ്മ തടയുമോ? അതല്ലേ ഞാനും ചെയ്തോളൂ. ഓ, ഭയങ്കര വിശാല ഹൃദയമല്ലേ നിനക്ക്, വരുന്നത് അങ്ങോട്ട് നീ അനുഭവിക്കുക, അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ? എടി നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൻ മര്യാദയ്ക്ക് ചോറ് തിന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോഴത്തേക്കും ഓരോന്നിനെ കെട്ടിയെടുത്തോണ്ട് വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ പെങ്ങൾ പറഞ്ഞ അമ്മയൊന്ന് പതുക്കെ പറ, ആ ചേച്ചി ഡ്രസ്സ് മാറാൻ വേണ്ടി ബാത്റൂമിനകത്ത് കയറിയതല്ലേ, അവർ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്താ വിചാരിക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ഷാജി പറഞ്ഞു, അല്ലെങ്കിലും വെളിവും വെള്ളിയാഴ്ച ഇല്ലല്ലോ അമ്മയ്ക്ക്, അമ്മയൊന്നും മിണ്ടാതെ പൊക്കെ, നല്ലയോടെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മയുടെ കാര്യം നോക്കിപ്പോ. ഒരു പെങ്കൊച്ചിനെ രക്ഷിച്ചതിൽ നാട്ടുകാർ വന്നങ്ങോട്ട് കൊല്ലുവാണ്, അങ്ങോട്ട് കൊല്ലട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, നീ ആ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തോടി എന്നിങ്ങനെ പെങ്ങളോട് ചോദിച്ചപ്പോൾ പെങ്ങൾ പറഞ്ഞു, ഞാൻ എടുത്ത് കൊടുത്തു, കണ്ടാൽ തന്നെ അറിയാം അതൊരു പഞ്ചപാവന്നേ. അതേ മോളെ, അതൊരു പഞ്ചപാവം തന്നെയാ. അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? അതെ, ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രനില്ല, ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് നമ്മുടെ ഇവിടെ തന്നെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതാ. അതുപോലെ ഒരു പ്രതി ഈ പറയുന്ന നമ്മുടെ ശരണ്യനെ ബലാത്സംഗം ചെയ്തതിൽ ഒരു പ്രതി ഈ രോഹിത് എന്ന് പറയുന്ന ആ ഒരു പ്രതിയുടെ അച്ഛനൊക്കെയാണ്, ശരിയാണ്. പക്ഷെ ആ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന വെറും സർവന്റ് മാത്രം ആ പെങ്കൊച്ച് എന്ത് പഠിച്ചു എല്ലാവരും കൂടെ അതിനോട് മെക്കിട്ട് ചെന്ന് കയറാനായിട്ട്. മാത്രമല്ല ആ കൊച്ചിന് നല്ല മനസ്സ് അറിഞ്ഞാലുണ്ടല്ലോ അമ്മേ, ആ കൊച്ചിന് തുച്ഛമായ ശമ്പളം അവിടെ നിന്ന് കിട്ടുന്നത്. ആ കിട്ടുന്ന 10,000-15,000 രൂപയും കൊണ്ട് അത് ഒരു അനാഥാലയത്തിൽ അരിയും സാധനങ്ങളും ഒക്കെ എല്ലാ മാസങ്ങളിലും ഇങ്ങനെ മേടിച്ചു കൊടുക്കുക. എൻ്റെ പൊന്നോ, അതിൻ്റെ മനസ്സൊന്ന് അമ്മയൊന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണോ മോനെ? അതേന്നേ, ഞാൻ വെറുതെ പറയൂ അമ്മേ. സത്യമായിട്ടും ഒരു ദിവസം എൻ്റെ ഓട്ടോയിൽ വന്ന് കയറി, ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നോടി എന്ന് ചോദിച്ചപ്പം ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതേന്നേ, ആ അലീന എന്ന് പറയുന്ന പെങ്കൊച്ച് ഇത് തന്നെയാ. ഏതായാലും ഇനി അതിനെ കൂടുതൽ വേദനിപ്പിക്കാനൊന്നും നിൽക്കേണ്ട, അത് ആകെപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കുക. നമുക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാം. അതിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പോലും അറിയത്തില്ലല്ലോ. നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നീ ഒരു കാര്യം ചെയ്യുക, ഇപ്പം ഞാനൊരാണായതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടെ ചേർന്നല്ലേ ആ പെങ്കൊച്ചിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കേണ്ടതെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഷാജിയുടെ അമ്മയുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കേട്ടോ. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ പഞ്ചപാവമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഈ പ്രായമായവർക്കൊക്കെ അങ്ങനെ ഒരു പേടി വരുമല്ലോ. ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പുലിവാല് നമ്മുടെ ഷാജിയുടെ പേരിലോ ഷാജിയുടെ പെങ്ങളുടെ പേരിലോ ഇവരുടെ വീട്ടുകാരുടെ പേരിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഷാജിയോട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ അമ്മ ദേഷ്യപ്പെട്ട് സംസാരിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അലീനയെന്നും ഒരു നൈറ്റ് പീസോ കൊണ്ടൊരു ചുരിദാറൊക്കെ തയ്ച്ചിടുന്ന കൂട്ടത്തിലല്ലേ. അപ്പം നമ്മുടെ അലീന ഒരു വ്യത്യസ്ത ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ അലീനെ കാണാൻ തന്നെ ഒരു ചന്തം ഉണ്ട് കേട്ടോ. നമ്മൾ എന്നും ഡെയിലി കാണുന്ന ആ ഒരു മുഖമല്ല, കുറച്ച് പ്രസാദമൊക്കെ ഉണ്ട്. വേറെ ഒരു ആ ഒരു ഇത് ചേഞ്ച് ആയിപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ആയപ്പോൾ എന്നോ 1, 2, 3 ജോഡി ഡ്രസ്സുണ്ട്. അത് മാറി ഇട്ടുകൊണ്ട് വരുന്ന നമ്മുടെ അലീനയാണ് നമ്മൾ കാണുന്നത്. ഇടയ്ക്കങ്ങാണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഇട്ടും, അല്ലാതെ വേറെ ഒരു ഡ്രസ്സ് ഇട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ കാണുമ്പോൾ പെട്ടെന്ന് അലീനെ കാണുമ്പോഴത്തേക്കും ഒരു ഐശ്വര്യമൊക്കെ മുഖത്ത് ഐശ്വര്യം തുളുമ്പുന്ന മുഖമൊക്കെ ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഷാജിയുടെ പെങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, അലീന ചേച്ചി ഇത് ചേരുവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അലീന ചേച്ചി എന്ന് വിളിക്കുന്നില്ല, അലീന ചേച്ചി ഇത് ചേരുവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേരുന്നുണ്ട് മോളെ എന്നിങ്ങനെ പറഞ്ഞു. അല്ല മോൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ പ്രായം തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ചേച്ചിന്ന് വിളിക്കണ്ടല്ലോ, അലീനയെന്ന് വിളിച്ചാൽ മതിയില്ല, അപ്പം ഞാൻ ഇനി അലീനയെന്ന് വിളിച്ചോളാം
എന്ന് പറഞ്ഞ് അലീനയെന്ന് വിളിക്കുകയാണ്. അപ്പം അലീനയെന്ന് വിളിച്ച് സംസാരിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഷാജിയുടെ അമ്മ ചോദിക്കുക, മോളെ എന്തിനാ മോളെ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്, അത് പറ, ഇത്രയും പ്രശ്നം നടക്കുന്ന വീടല്ലേ അത്, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകും, എന്തിനാ മോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എങ്ങനെയാണ് ഞാൻ വരാതിരിക്കുന്നത്, ഞാൻ ആ വീട്ടിലെ ഒരംഗമൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ ആ വീട്ടിലെ സെർവൻ്റ് ആണ്, എങ്കിലും എനിക്കെന്തോ ശരണ്യയുടെ അവസ്ഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ കാണണമെന്നും പാവം പെങ്കൊച്ചല്ലേ അവളെ ഒന്ന് സമാധാനിപ്പിക്കണം എന്നും ഒക്കെ എനിക്ക് തോന്നി, എന്നെ കൊണ്ട് പറ്റും അവളെ തിരിച്ചു കൊണ്ടുവരാൻ, അതെനിക്കറിയാം അവളെ തിരിച്ചു കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഓഫനേജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരുപാട് പേര് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ജീവിതത്തിൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കൗൺസിലിംഗ് ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു തിരിച്ചു വരും ജീവിതത്തിലേക്ക്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. നമ്മളെപ്പോലെ ഒരു പെങ്കൊച്ചല്ലേ അതും, അതിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കൽ. ഒരിക്കലും പ്രതികളെ സപ്പോർട്ട് ചെയ്യല്ല ഞാൻ, ഒരിക്കലും പ്രതികളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിപ്പം നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മകൻ രോഹിത് ആണെങ്കിലും കൈതക്കൽ തറവാട്ടിലെ ശിവശങ്കര മേനോന്റെ മകൻ ഹരി ആണെങ്കിലും ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കൊരു നോക്ക് കണ്ടാൽ മതി ആ കൊച്ചിനെ, കണ്ടിട്ട് അവളൊന്ന് സമാധാനിപ്പിക്കണം, അവൾക്ക് കുറച്ച് ആശ്വാസവാക്ക് പകരാൻ വേണ്ടി വന്ന, അല്ലാതെ ഞാൻ വേറെ ഒന്നിനും അല്ല, അല്ലാതെ കേസിൽ നിന്ന് പിൻവലിക്കാൻ പറയാനോ അങ്ങനെ ഒന്നും അല്ല ഞാൻ വന്നത്. പക്ഷെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ പേടിച്ചു വിറച്ചു പോയി. അവിടെ ഉള്ള പരിസരവാസികളെല്ലാം തടിച്ചുകൂടി ഞാൻ എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ എന്നെ ഇങ്ങനെ പെരുമാറിയത്. അപ്പോഴത്തേക്കും തന്നെ ആരോ ഒരാൾ വന്ന് മണ്ണെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് വേറെ ആരുമല്ല, ശരണ്യയുടെ ആങ്ങളെയാണ്. അത് വേറൊന്നും കൊണ്ടും അല്ല, കൊച്ചു മനസ്സിലാക്കണം. അവർ സത്യം പറഞ്ഞ പഞ്ചപാവങ്ങളാ. ഈ ശരണ്യയുടെ അച്ഛനും അമ്മയും ആങ്ങളെയും ശരണ്യയും ഒക്കെ പഞ്ചപാവങ്ങളാണ്. ഞങ്ങൾ ഈ കോളനിക്കകത്ത് ഒത്തിരി പേരൊന്നുമില്ല, ഒരു 10-15 കുടുംബക്കാരേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാവരും വളരെ രീതിയിൽ സഹകരിച്ച് നല്ലതുപോലെ ജീവിച്ചു പോകുന്നവരാണ്. അപ്പൊ ആ കൊച്ചിനൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും നാട്ടുകാർ ഇടപെട്ടെങ്കിൽ അതിന് അതിശയിക്കാനൊന്നുമില്ല. നീ ആരാണ് എന്താണെന്ന് അറിയില്ലല്ലോ, പുറത്തു നിന്ന് ഒരാൾ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളെ കണ്ടപ്പോൾ ജനങ്ങൾ അങ്ങനെ തടിച്ചു കൂടിയതാണ്. അത് ഓർത്ത് വിഷമിക്കേണ്ട. നിനക്കിപ്പോൾ എന്താ വേണ്ടത്, നിനക്കിപ്പം ശരണ്യയെ കാണാനാണോ ചോദിച്ചപ്പോൾ അതെ, എനിക്ക് ശരണ്യനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് അവളെ മാറ്റാനായിട്ട് സാധിക്കും. എനിക്ക് എന്നെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് മാത്രം കണ്ടാൽ മതി. ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ കാണണ്ട. എന്നെ അവളെപ്പോലെ തന്നെ ഒരു സ്ത്രീയായിട്ട് എന്നെ കണ്ടാൽ മാത്രം മതി, എന്നെ കൊണ്ട് പറ്റും അവളെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷാജി പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാമ്മ, ഇവള് ഏതായാലും ഇത്ര വാശിയൊക്കെ പിടിക്കണുണ്ടല്ലോ, ഇവള് കാണാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് വന്നതല്ലേ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവളെ അങ്ങ് കൊണ്ട് കാണിച്ചാലോ എന്ന് പറയുമ്പോൾ മോനെ നീ എന്താ ഈ പറയുന്നത്, ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളെയും കൂടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട് വേണ്ട, ഇനിയിപ്പം വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ പെങ്ങൾ പറയുന്നുണ്ട്, അത് പിന്നെ ഷാജിയേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ആദ്യം പോയി സംസാരിക്കാം, അവർ സംസാരിച്ചൊന്ന് അവരോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകാന്നുള്ളതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് പോയി സംസാരിക്കാന്ന് പറയുമ്പോൾ അത് ശരിയാണ്, ആദ്യം നിങ്ങൾ പോയി സംസാരിക്കുക, എന്നിട്ട് ഈ പെങ്കൊച്ചിനെ വിട്ടാൽ മതി നമ്മുടെ ഷാജിയുടെ അമ്മയും പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് നമ്മുടെ ഷാജിയും പെങ്ങളും കൂടെ നേരെ പോവുകയാണ്. ഏതായാലും നേരെ പോയി അവരെ കണ്ട്, അലീന എന്ന് പറയുന്ന പെങ്കൊച്ച് വെറും പഞ്ചപാവമാണ്, അവൾ ഒരിക്കലും നിങ്ങൾക്കെതിരായി നിൽക്കാനോ അതുപോലെ തന്നെ കേസ് പിൻവലിക്കണമെന്ന് പറയാനോ ഒന്നും ആരും അയച്ച അങ്ങനെ ഒരു വ്യക്തിയല്ല. ആ പെങ്കൊച്ച് ഒരു അനാഥാലയത്തിൽ വളർന്നതാണ്, അതൊരു അനാഥയാണ്, അവിടുത്തെ സെർവൻ്റ് ആണ്. അപ്പം അതിനെ മോളെ ഒന്ന് കാണണം, ശരണ്യനെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം, അതുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ തന്നെ ഈ അലീനയും അവര് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അന്നെന്തോ തലനാഴിരയ്ക്ക് ആ പെങ്കൊച്ചിന്റെ മനോധൈര്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആങ്ങളയ്ക്കൊക്കെ കാര്യം പിടികിട്ടി കേട്ടോ. നമ്മുടെ അലീന വെറും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. അപ്പം പറഞ്ഞു എങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഏതായാലും അലീനയെ കൊണ്ട് മാറ്റാൻ സാധിക്കും, അവളുടെ മനസ്സ് മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്കും ഓക്കെ. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ഈ ജനങ്ങളുണ്ടല്ലോ ഇടഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പം ജനങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചേക്കാണ്. എന്തെന്ന് പറഞ്ഞാണ് പോലീസിന് വിവരം അറിയിച്ചേക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ അലീനെ പ്രലോഭിപ്പിക്കാനായിട്ട്, പൈസ കൊടുക്കാനായിട്ട്, കേസിൽ നിന്ന് പിൻവലിക്കാനായിട്ട്, അതായത് ഈ പറയുന്ന ബാലചന്ദ്രമേനോൻ വേലക്കാരിയെ പറഞ്ഞ് അങ്ങോട്ടേക്ക് അയച്ചു, സെർവന്റിനെ പറഞ്ഞ് അങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി ചെന്ന് കഴിഞ്ഞു. ഏതായാലും പോലീസുകാർ വെറുതെ ഇരിക്കുമോ? ഒന്നാമത് നമ്മുടെ അലീനയുടെ പേരിലുള്ള കേസല്ലേ, അയ്യോ, പിന്നെ നമ്മുടെ CI SIയും കൂടെ എന്തോ ചെയ്യും, അലീനയെ പൊക്കിയെടുത്ത് പരാതി കിട്ടിയാൽ മതിയല്ലോ, പൊക്കിയെടുത്തോണ്ട് പോരാല്ലോ.
അപ്പൊ അതുകൊണ്ട് CISI കൂടി ഈ കേസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഗൂഢാലോചന നടത്തുക, നമുക്ക് പറ്റിയൊരു അവസരമാണ്. അവള് നമ്മളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തി DYSPനൊക്കെ വിളിച്ചിട്ട് അവളൊന്ന് വലിയ പുള്ളി കളിച്ച് ഇവിടെ നിന്ന് പോയതല്ലേ. അപ്പൊ അവക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു തട്ടുകേടാണ്. അതുകൊണ്ട് അവളെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് ഇല്ല ഈ പറയുന്ന പോലീസ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഏതായാലും നമ്മുടെ ശരണ്യനെ കാണാനായിട്ട് അലീന ആ വീട്ടിനകത്തേക്ക് ചെല്ലുകയാണ്. അലീന വീട്ടിനകത്തേക്ക് ചെല്ലുമ്പം ഈ പറയുന്ന നമ്മുടെ ശരണ്യയുടെ ആങ്ങള, സോറി കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു, ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ ആ ഒരു വേദന കൊണ്ട് എൻ്റെ പെങ്ങളായി കിടക്കുന്നത്, അവളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, എന്ത് ചുറുചുറുക്കോട് കൂടി നടന്നതാണെന്ന് അറിയാമോ, ഞങ്ങൾ അതുപോലെ ജീവിച്ചതാ, ഞങ്ങളുടെ ഈ ഒരു കുടുംബം തകർത്ത് കളഞ്ഞില്ലേ ആ കുടുംബം. അപ്പം ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ആണെന്ന് ഓർത്തിട്ടാണ്, പരിചയമില്ലാത്തവരെ കണ്ടാൽ ആരാണെങ്കിലും ഞാൻ അങ്ങനെ പ്രതികരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും, ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുന്നില്ല, ഞാൻ കുറ്റം പറയാൻ വന്നതൊന്നുമല്ല, എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴത്തേക്കും അവളെ കണ്ടിട്ടും പ്രയോജനമൊന്നുമില്ല മോളെ, എൻ്റെ മോളെ ആകപ്പാട് മാറിയിരിക്കുക, അവള് പഴയ ശരണ്യൊന്നുമല്ല, അവളുടെ മാനസിക നില തെറ്റിയിരിക്കുക, അവൾ ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക, അവൾ ആ ഇരുട്ടത്തൊരു മുറിയിൽ, വെട്ടം പോലും ഇല്ലാതെ ആ ഇരുട്ടത്തൊരു മുറിയിൽ ആഹാരം പോലും കഴിക്കാതെയാണ് അവൾ അവിടെ കഴിയുന്നത്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക ഞങ്ങൾ, കാരണം ഹോസ്പിറ്റലിലാണെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും അവൾക്ക് ട്രിപ്പെങ്കിലും ഇട്ട് അവളുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും. പക്ഷെ അവളൊന്നും കഴിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല, എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയൂ, എൻ്റെ മോള് ഞങ്ങൾക്ക് ആകെയുള്ളൊരു മോളാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പേടിക്കൊന്നും വേണ്ട ആൻറ്റി, വിഷമിക്കേണ്ട, നമുക്ക് ശരണ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും നമുക്ക് ശരണ്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, അത് ഞാൻ തരുന്ന വാക്കാണ്. ഇതുപോലെ എത്ര പേര് ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞങ്ങൾ സ്നേഹനികേതൻ എന്ന് പറയുന്നൊരു അനാഥ മന്ദിരത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ബ്രിജിത്താമ്മ എന്ന് പറയുന്ന ഒരു അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. ഇതുപോലെ മാനസിക നില തെറ്റിയവരും അതുപോലെ തന്നെ വ്രണങ്ങളൊക്കെ പഴുത്തു പൊട്ടിയവരും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ഞങ്ങളുടെ അനാഥ മന്ദിരത്തിൽ വന്നിട്ടുണ്ട്. അവിടെയുള്ളവരെ ശുശ്രൂഷിക്കാനും അവിടെയുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ ഞാൻ മുന്നിട്ട് നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ വിജയം കണ്ടെത്തിയിട്ടുമുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളെ ശത്രുവായിട്ടോ നിങ്ങൾ എന്നെ കാണരുത്, ഞാനും ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല, അങ്ങനെ ശത്രുക്കളല്ല നമ്മൾ, അങ്ങനെ കാണരുത്. ഞാൻ പ്രതികൾ ആരാണോ അവർക്ക് ശിക്ഷ കിട്ടണം. അതിന് ഏതറ്റം വരെ പോകാമോ, എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നറ്റം വരെ ഞാൻ പോകാൻ തയ്യാറാണ്. ഒരിക്കലും ആ വീട്ടിലെ സർവൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും രക്ഷിക്കാൻ നോക്കിയിട്ടില്ല ഇതുവരെ, ഇനിയിട്ട് രക്ഷിക്കത്തുമില്ല. അങ്ങനെ ആരെയും ഞാൻ രക്ഷിക്കത്തില്ല. പക്ഷേ നോക്കിക്കോ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഞാനൊന്ന് അവളെ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ ഇരുട്ടുമുറിയുടെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും, വെളിച്ചം കയറുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശരണ്യ മുറുക്ക കണ്ണടക്കുകയാണ്. കിടന്നിടത്തുനിന്ന് ഒരു അനക്കവും ഇല്ലാതെ പ്രകാശം കയറിയപ്പോൾ മുറുക്ക കണ്ണടക്കുകയാണ്. അങ്ങനെ പതുക്കെ നമ്മുടെ അലീന അവിടെ ഇരുന്നിട്ട് പതുക്കെ തലോടി ശരണ്യ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെ പതുക്കെ നമ്മുടെ ശരണ്യെ വീണ്ടും അലീന വിളിച്ചു. ഏതായാലും നമ്മുടെ അലീനയെ കണ്ട ഉടനെ ഒന്നും ഈ ശരണ്യക്ക് വലിയ പ്രതികരണമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ അലീനയ്ക്ക് ശരണ്യെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അലീന പറയുന്ന ഓരോ വാക്കുകളും കേട്ട് നമ്മുടെ പഴയ ശരണ്യ ആകാറായി ആ ഒരു സ്റ്റേജിലേക്കൊക്കെ വരുന്നുണ്ട്. ഏതായാലും പഴയ ശരണ്യ ആയാൽ മാത്രമേ അന്ന് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് പോലീസുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ രോഹിത് നിരപരാധിയാണെന്ന് തെളിയത്തുള്ളൂ. അപ്പോൾ ഏതായാലും തെളിയിക്കാൻ വേണ്ടിയുള്ള പോക്കൊന്നും അല്ല നമ്മുടെ അലീന ഇപ്പൊ ശരണ്യയുടെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് കാണുന്നത്. ശരണ്യ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ശരണ്യ പഴയ അവസ്ഥയിൽ തിരിച്ചെത്തണം, തന്നെ പോലൊരു സ്ത്രീയാണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതേ സമയത്ത് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് അലീനയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് എത്തുകയാണ്. ഏതായാലും ബാലചന്ദ്രന്റെ അന്തം വിട്ട് കുന്തം പോലെ നിപ്പുണ്ട്. അലീന പോയിരിക്കുന്നത് എങ്ങോട്ടാന്ന് ബാലചന്ദ്രനെ അറിയുകയും ചെയ്യാം. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നല്ല. ഇപ്പം എല്ലാവരും കാത്തിരിക്കട്ടെ. നമ്മൾ ഇന്ന് രാവിലെ ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നുണ്ട്, വൈകിട്ട് പ്രമവിശേഷവുമായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം രാവിലെ പോസ്റ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ പത്തരമാറ്റും, അതായത് നയനയുടെയും ആദർശിന്റെയും കഥയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ജിൽ ജിനുവിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.